സഫീർ പാട്ട് മാത്രമല്ല സകല കലാ പരിപാടികളുണ്ട് അല്ലേ? പാട്ടും അത്യാവശ്യം മിമിക്രിയും ഇതൊക്കെയാണ്. അവതാരകനാണ്. പറയൂ കുഞ്ഞാലിക്കുട്ടി, താങ്കൾ കേൾക്കാമോ? അതായത് ഞങ്ങളിപ്പോ ഈ മലപ്പുറത്തുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകൾ പിണറായി വിജയൻ സാർ പറയൂ സാർ. ഇവിടെ മലയാളികള് ഓണത്തെക്കുറിച്ച് സ്നേഹികള് ഇനി പാടുന്നു നിങ്ങളുടെ സ്വന്തം അല്ലാതെ പോലെ ആലോലക്സ് അയില കച്ചവടം ചെയ്യുന്നു. നല്ല പിടക്കൻ അയിലയുണ്ട്, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല. ബാക്കി കേൾപ്പാട്ടം പറയൂ. യഥാർത്ഥത്തിൽ ഞങ്ങളെ ഒരു പ്രോഗ്രാം ഒരു ട്രൂപ്പ് ഉണ്ട്. അത് അവിടെ പാടുന്ന സമയത്താണ് മറഡോണ എൻട്രി എന്റെ 6ാം വയസ്സിലാണ് ഉമ്മ എന്നോട് ഇവിടെ പറയുന്നത്. 6ാമത്തെ വയസ്സിലായിരുന്നു. ഇപ്പൊ ഒരു എന്നുള്ള രീതിയിൽ ഇങ്ങനെ, അത് എന്റെ അനുഭവമാണ്, ആർക്കും അറിയാം. ഞാനിത് അനുഭവമായിരുന്നു. സഫീർ, യെസ്, പാട്ടും വർത്താനമായിട്ട് മുന്നോട്ട് പോവാം നമുക്ക് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇന്ന് പരിപാടി ഉണ്ടായിരുന്നോ? ഇന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു. എവിടെ? മാഹി അയ്യൂർ ചുങ്കം എന്ന് പറഞ്ഞ സ്ഥലത്ത്. കല്യാണ പരിപാടിയാണോ? അല്ല, അതൊരു വെഡിങ് പ്രോഗ്രാം. സഫീർ പാട്ട് മാത്രമല്ല സകല കലാ പരിപാടികളുണ്ട് അല്ലേ? പാട്ടും അത്യാവശ്യം മിമിക്രിയും ഇതൊക്കെയാണ്. അവതാരകനാണ്. പ്രോഗ്രാമുകളിൽ എത്രയായി തുടങ്ങിയിട്ട് ഇപ്പം ശരിക്കും പാട്ട്? നമ്മൾ പാട്ട് തുടങ്ങിയിട്ട് കുറച്ചു കാലമായിട്ടുള്ള ഒരു 13-16 വർഷമായിട്ടുണ്ടാവും. ടോട്ടൽ ഫീൽഡിൽ 22 വർഷക്കാലായി. പ്രൊഫഷണലായിട്ടൊരു 18 വർഷമായിട്ട് പോകുന്നു. ബാല്യം തികച്ചും എന്താ പറയണ്ടേ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അതിലൂടെ കടന്നാണ് ഇങ്ങോട്ട് വന്നത്, ഇതുവരെ എത്താൻ അൽഹംദുലില്ലാഹ്. ഒരു വേദന വല്ലാത്ത സംഭവം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, സുഹൃത്തുക്കളിൽ നിന്ന് അറിഞ്ഞാണ്. സഫീറിന്റെ ഉമ്മ മരിക്കുന്നത് വളരെ സഫീറിന് ചെറിയ കുട്ടിയായ കാലത്താന്ന് തോന്നുന്നു അല്ലേ? വളരെ ചെറുപ്പത്തിൽ, എൻ്റെ 6ാം വയസ്സിലാണ് ഉമ്മ എന്നോട് ഇവിടെ പറയുന്നത്. 6ാമത്തെ വയസ്സിലായിരുന്നു. ഉമ്മ ഇവിടെ പറഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു അവസ്ഥ എന്തായിരുന്നു? ശരി, ആ സമയത്തൊക്കെ പാട്ടും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു? ഇല്ലില്ല, തുടക്കത്തിൽ നമ്മൾ ഇപ്പോൾ അതിൽ ചെറിയ പ്രായമല്ല, ആ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഉമ്മ വീട്ടിൽ പാടും, പുറത്ത് പാടല്ലെങ്കിലും നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടത്തരും. ആ രീതിയിൽ ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ ഞങ്ങള് ടോട്ടൽ 3 പേരായിരുന്നു ആ സമയത്ത്. 3 പേര്. ഇപ്പോൾ പിന്നെ എൻ്റെ അനുജനും അനുജത്തിയും ഇരട്ട പ്രസവിച്ചാണ് ഉമ്മ. അനുജന്റെ പേരെന്താ? മുഹമ്മദ് അലി. പെങ്ങള് റെയ്ഹാനത്ത് ചെറുതാണ്. പിന്നെ മൂത്ത പെങ്ങള് സെലീന, പിന്നെ സമീർ, പിന്നെ സജീർ. ഇവരിലൊക്കെ ആരെങ്കിലും ഈ കലാ അഭിരുചി അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനല്ലേ. അനുജൻ അത്യാവശ്യം പാടും, ഗൾഫിൽ നിന്നൊക്കെ പാടാറുണ്ട്. അപ്പൊ അതിനുശേഷമുള്ള അനുഭവം എന്ന് വെച്ചാൽ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ആരുമില്ല നോക്കാനും എടുക്കാനൊന്നും. കുറെ നമ്മളെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവരൊന്നും നമ്മളെ ശ്രദ്ധിക്കാത്തൊരവസ്ഥയായിരുന്നു. അവർക്ക് പറ്റാത്തൊരവസ്ഥയും വല്ലാതെ പ്രയാസപ്പെട്ടാണ് ഇതുവരെ എത്താൻ കഴിഞ്ഞത്. ഉമ്മാന്റെ മരണശേഷം ഉപ്പ ഉണ്ടായിരുന്നല്ലോ? ഉണ്ടായിരുന്നു. ഉപ്പാക്ക് ചില പരിമിതികളുണ്ട്. ഉമ്മയായിരുന്നു തണല്. ടോട്ടൽ 6 സഫീറിന്റെ ഒരു കർത്താവ് ഉമ്മയാണ് കൊണ്ടുപോകുന്നതും. അങ്ങനെ ഒരു ഉമ്മാനെ കണ്ടിട്ടുള്ള ആ ഒരു സ്നേഹമാണ് കിട്ടുന്നത്. പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ കാലത്തുള്ള പഠനങ്ങളോ മറ്റു സംവിധാനങ്ങളൊക്കെ എന്തായി? അന്ന് ചെറിയ പ്രായത്തിലെ ചെറിയ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നീട് ഇങ്ങനെ തുടർന്ന് പോയി. പിന്നെ എത്തിങ്ങാനയില് വില്യാപ്പള്ളി തൻവീർ ഇസ്ലാം എത്തിങ്ങാനയിൽ പഠിച്ചു. എത്തിങ്ങാനയിൽ പഠിച്ചു. അവിടുന്ന് പഠനം തുടർന്നു. അവിടുന്നാണ് സത്യത്തിൽ ഞാൻ ഈ മിമിക്രി ഇമിറ്റേഷൻ മിമിക്രി നമ്മള് പ്ലാറ്റ്ഫോം മിമിക്രിയിലാണ് തുടക്കം. ചില അധ്യാപകരുടെ ശബ്ദമൊക്കെ അനുകരിക്കും. പിന്നെ അങ്ങനെ അത്യാവശ്യം പാട്ടൊക്കെ ലളിത ഗാനങ്ങളൊക്കെ പാടും. അവിടുന്ന് അധ്യാപകർക്ക് നല്ല പ്രോത്സാഹനം തന്നിട്ടുണ്ട്. മാപ്പിളപ്പാട്ട് എല്ലാ പാട്ടും പാടും. അല്ല, മാപ്പിളപ്പാട്ട് അന്നത്തെ മത്സരത്തിൽ മാപ്പിളപ്പാട്ട് ഉണ്ടായിരുന്നു, മോണാക്ട്. അന്ന് മിമിക്രി ഒന്നും അത്ര പ്രാധാന്യം ഇല്ലാത്തൊരു സമയമായിരുന്നു. മിമിക്സ് അങ്ങനെ ഒരു മത്സരം. അന്നത്തെ പ്രയാസത്തിൽ ഈ ചെറിയ കടകളിലൊക്കെ ജോലിയൊക്കെ ചെയ്തെന്ന് കേട്ടു. അങ്ങനെ പച്ചക്കറി കടയിൽ പോയിരുന്നു. അത് പിന്നെ നമ്മൾ ഓർഫനേജ് പഠിച്ച് ഇരുന്ന സമയത്ത് നമുക്ക് ഒരുപക്ഷെ അവിടെ പഠിക്കുമ്പോ എന്താ പറയണ്ടേ, നമുക്കിപ്പോ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെയുള്ള ചില
ഓഫ് ടൈം ഉണ്ടാവില്ല, അതായത് അത്യാവശ്യമുള്ള പെരുന്നാള് അല്ലെങ്കിൽ വേറെ വിശേഷ ദിവസങ്ങൾ, ആ അവിടെയൊക്കെ അവിടെ ഉള്ള ഓരോ പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ഓർഫനേജ് പഠിക്കുന്ന ആൾക്കാർക്ക് ഈ സമയത്തൊക്കെ ഉപ്പ ഉമ്മ ആരെങ്കിലും ഒരാൾ വരും. എല്ലാവരും ഉള്ള ആൾക്കാർ അവിടെ പോകില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. അപ്പൊ ഞാൻ ഈ സമയത്ത് പെരുന്നാളിനൊക്കെ സത്യം പറഞ്ഞ അനുഭവമാണ് പറയുന്നത്. ഞാൻ ഇങ്ങനെ കാത്തിരിക്കും, ഓരോ കുട്ടികളെ ഇങ്ങനെ അവര് ദൂര സ്ഥലത്തു നിന്നൊക്കെ വന്ന് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. പക്ഷെ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ആരും വരില്ല. എന്നുവെച്ചാൽ വാപ്പാക്ക് വരാൻ പറ്റുന്ന അവസ്ഥയായിരിക്കും. എന്താ വാപ്പാക്ക് പറ്റിയെന്ന് ഫോൺ കോൾ ചെയ്യാനോ, നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമാണ് ഫോൺ ചെയ്യാനുള്ള സൗകര്യം, പിന്നെ കോൾ ചെയ്യാനുള്ള സൗകര്യം, വീട്ടിൽ ഫോണില്ല, തൊട്ടടുത്ത് കുറെ മീറ്റർ കണക്കിന് ഇപ്പുറം വന്നിട്ട് വേണം സംസാരിക്കാൻ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മളിങ്ങനെ വാപ്പാനെ ഇങ്ങനെ എപ്പോ വരും എന്നുള്ള രീതിയിൽ ഇങ്ങനെ, അത് എന്റെ അനുഭവമാണ്, ആർക്കും അറിയാം. ഞാനിത് അനുഭവമായിരുന്നു. വാപ്പ വരുന്ന വില്യാപ്പള്ളിയാണ് ഇങ്ങനെ, അതിന്റെ ഒരു പള്ളിന്റെ മുകളിൽ ടെറസ് ഉണ്ട്, അതിന്റെ മുകളിൽ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പൊ അവിടെ ഉള്ള അധ്യാപകർ ചോദിക്കും, അവർക്ക് എന്നെ ഇഷ്ടമാണ്, ഈ പാട്ടും മിമിക്രിയൊക്കെ അത്യാവശ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കും, മോനെ കൂട്ടാൻ ആരും വരും? ഞാനും വരും എന്നുള്ള പ്രതീക്ഷ. ചില സമയങ്ങളിൽ വരൂല, വാപ്പാക്ക് വരാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും, വാപ്പാക്ക് ചില പ്രയാസങ്ങളും അല്ലെങ്കിൽ അസുഖകരമായിട്ടുള്ള, വാപ്പാന്റെ കുറ്റമല്ല. അപ്പൊ ഞാനിങ്ങനെ കാത്തിരിക്കും. ചില സമയത്ത് വാപ്പ വരും, ചില സമയത്ത് വരൂല. പെരുന്നാൾ അങ്ങനെ കഴിഞ്ഞു പോകും. ഉസ്താദുമാരെങ്കിലും ഒരാളുണ്ടാവും അവിടെ, അപ്പൊ അവര് നമ്മളെ കൂടെ ഉണ്ടാവും. അങ്ങനെ അങ്ങ് കടന്നു പോയി. പിന്നീടാണ് എൻ്റെ വാപ്പാന്റെ ജ്യേഷ്ഠന്റെ വീട്ടിൽ എന്നെ കൊണ്ട് ആക്കിയത്. രാരോത്ത് എന്ന് പറയും, രാരോത്ത് കുഞ്ഞാലി ഹാജി. അവർ ഭയങ്കര സ്നേഹമായിരുന്നു, എൻ്റെ വാപ്പാനെ പോലെ അതിലും വേറെ സ്നേഹിച്ച ഒരാളായിരുന്നു. എല്ലാവിധ സ്നേഹവും പ്രോത്സാഹനവും ഫാമിലി ഒട്ടും എല്ലാവരും നൽകി. അങ്ങനെ മുന്നോട്ട് പോയി. ആദ്യത്തെ ഒരു പാട്ട് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു മിമിക്രി ഓർക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ആ കാലത്ത് നാട്ടിൻപുറത്ത് ഇപ്പൊ കുറ്റിയാടി അല്ലേ, സഫീർ കുറ്റിയാടി ഇതാണല്ലേ, ആ നാട്ടിൻപുറത്ത് ഏതെങ്കിലും പരിപാടി നമ്മളെ സുഹൃത്തുക്കളെ വലിയൊരു മെഹഫില് പോലെ ആദ്യത്തെ പാട്ട് ഓർമ്മിക്കുമോ? ഏതെങ്കിലും ഒരു പാട്ട് എന്തെങ്കിലും ചെയ്തേ ഓർമ്മയുണ്ടോ? ആദ്യത്തെ പാട്ട് ഞാൻ കുറ്റിയാടി എത്തിപ്പെടുന്നത് എൻ്റെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തിയാണ്, ഐച്ചേച്ച എന്ന് പറയും. അവരാണ് ഇപ്പൊ പറയുമ്പോ എല്ലാം പറയും, ഒരുപാട് ആൾക്കാർ ഐച്ചേച്ച, ആയിഷ എന്നാണ് പേര്, ഐച്ചേച്ച എന്നാ പറയാം. അപ്പോൾ ഈ കുറ്റിയാടി എത്തിയപ്പോ എന്നെ സ്വീകരിച്ച ഉമ്മാന്റെ അടുത്തിയാണ് എന്നെ നോക്കുന്നത്. ഉമ്മാന്റെ അടുത്തിന്റെ പരിമിതി വെച്ച് അവരെന്നെ നോക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ അങ്ങനെ കുറ്റിയാടി ഉമ്മാന്റെ ദേശത്തിന്റെ വീട്ടിൽ നിന്ന് ഉമ്മാന്റെ അടുത്തേക്ക് നോക്കുന്നിടത്തോളം നോക്കി. പിന്നീട് നമ്മളിങ്ങനെ അവിടുന്ന് കളിക്കാൻ പോകും, പിന്നെ പുഴ പോയി കുളിക്കും. അങ്ങനെയുണ്ട്. ഞാൻ സ്റ്റേഡിയം ഗ്രൗണ്ട് ഉണ്ട്, കടവത്ത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, നമ്മളൊരു കൂട്ടായ്മയാണ്, അവരെ നാട്ടിന്റെ ഒരു കൂട്ടായ്മ. അപ്പൊ അവര് ആ ക്ലബില് ചില പരിപാടിയൊക്കെ വരുമ്പോൾ എന്നെ കൊണ്ട് മിമിക്രി ചെയ്യിപ്പിക്കും. അങ്ങനെ ഫൈസൽ, നിയാസ്, പിന്നെ ഇവരൊക്കെ ചേർന്നിട്ട് നമ്മളെ ഈ കലോത്സവം, അതായത് കേരളോത്സവത്തിന്റെ ഒരു വേദിയിൽ കൊണ്ടെത്തിച്ചു. അവിടുന്ന് അറിയാലോ, കാക്ക അല്ലെങ്കിൽ ഉടുക്കു കൂട്ടുന്ന ശബ്ദം, മിമിക്രി, പിന്നെ പ്രഭാതം പൊട്ടിവിട്ടിരുന്നു. ഇതൊക്കെയായിരുന്നു അന്നത്തെ ചില ശബ്ദങ്ങൾ, വെറൈറ്റി ആയിട്ട് അതൊക്കെ ഉണ്ടാക്കി. അപ്പൊ അവര് എന്നെ കൊണ്ട് എത്തിച്ചു. അതിനുശേഷം സിനിമാ താരങ്ങൾ എന്ന് പറയുമ്പോൾ നസീർ സാറിന്റെ ശബ്ദമാണ് ഫസ്റ്റ്, അദ്ദേഹത്തിന്റെ ശബ്ദം. ഒന്ന് കേട്ടിട്ട് പോവാ അല്ലേ? വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ നസീർ സാഹിബ്. എല്ലാ മലയാളികൾക്കും നന്മയുടെയും സ്നേഹത്തിന്റെയും 1000 ഓണാശംസകൾ നേരുകയാണ്. മലയാളികൾ എന്നും ഓർക്കുന്ന നല്ല നാളാണ് മാവേലി. മാവേലി വരുന്നതും കാത്ത് എത്രയോ ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. എവിടെയാണ് മാവേലി? മാവേലി വരൂ വരൂ. നസീറിന്റെ കുറെ ആരാധകന്മാരൊക്കെ ഉള്ളൊരു സ്ഥലമാണല്ലോ, പ്രത്യേകിച്ച് നമ്മളെ മലബാർ. ഭയങ്കര സ്വീകാര്യത കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഓ, ഞാൻ അങ്ങനെ മിമിക്രിയിൽ തുടങ്ങി. പിന്നെ നാട്ടിൽ നിന്ന് ഇങ്ങനെ കുറ്റിയാടി ആളുകളുടെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. കുറ്റിയാടി ഞാൻ പിന്നെ ഒരു മാർക്കറ്റില് സൂപ്പിയാജി എന്ന് പറഞ്ഞ ഒരാള് എന്നെ തൊഴിലിന് കൂട്ടി. അന്നൊന്നും നമ്മളിങ്ങനെ തിരിഞ്ഞ് എന്താ പറയുക, അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ആരും അങ്ങനെ ജോലിക്കെല്ലാം ചേർക്കാൻ ഇവൻ ആരാണെന്നുള്ള ധാരണ ഉണ്ടാവും. അപ്പൊ അങ്ങനെ അരീച്ചാണ്ടി സൂപ്പിയാജി എന്ന് പറയും, മൂപ്പരാണ് എന്നെ ഒരു ബ്രദറിനെ പോലെ ചേർത്ത്, മോനെ പോലെ നോക്കി എന്നെ അവരെ കൂടെ ഫിഷിന്റെ അതിലേക്ക് ചെറിയ മീൻ ഇങ്ങനെ സഞ്ചി പിടിച്ചു കൊടുക്കുക, അവരില്ലാത്തപ്പം വിൽപ്പന. അപ്പൊ വിൽപ്പന, ഈ മീൻ വിൽപ്പന എന്ന് വെച്ചാൽ അതിൽ പല ഫിഷ് ഉണ്ടാവും. അയില ഉണ്ടാവും, അട ഉണ്ടാവും, മത്തി ഉണ്ടാവും, ചരുവ് ഉണ്ടാവും, കഴിച്ചിലുണ്ടാവും, അങ്ങനെ പല പല മീനുകൾ. ഇതിനൊക്കെ മീൻ അറിയോ സഫീറിന്? മീൻ അത് ഞാൻ ഓൾറെഡി പഠിച്ചു. അങ്ങനെ കുറെ പാഠങ്ങൾ നമുക്ക് ഓൾറെഡി കണ്ടറിഞ്ഞ് പഠിക്കുന്നുണ്ടല്ലോ. ഞാനിങ്ങനെ ഈ മിമിക്രി സ്റ്റൈലില്, അതായത് മൂപ്പർ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഞാൻ ഈ പിന്നെ മാർക്കറ്റിലുള്ള ആളുകളുടെ ശബ്ദത്തിൽ വിളിക്കും. അല്ലാതെ പോലെ ആലോലക്സ് അയില കച്ചവടം ചെയ്യുന്നു, പപ്പു മത്തി കച്ചവടം ചെയ്യുന്നു, നെടുപിടി വേണു സാറ് ചരു കച്ചവടം. അങ്ങനെ ഞാൻ ഒരു സ്റ്റൈല് ഞാൻ ആദ്യം. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കും. അപ്പൊ അത് കേൾക്കാൻ വേണ്ടി ആൾക്കാർ എൻ്റെ അടുത്ത് വരും. അപ്പൊ കച്ചവടം കൂടുതൽ ആർക്കാ? നമുക്കാണ്. കച്ചവടം ലാഭം നമുക്കാ. അപ്പൊ അവര് പൈസ എല്ലാം എനിക്ക് കൂടി തരും.
അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ ലാലോലക്സ് അയില പുതിയതാണ് നമ്മളിപ്പോ എന്തും ഫ്രഷ് ആയിട്ട് കൊടുക്കാന്നല്ല. അപ്പൊ ആൾക്കാർക്ക് അയില, അപ്പൊ ഈ കച്ചവടത്തിൽ വരുന്ന ആളുകൾ ലാലോലക്സിന്റെ ഒരു ഇതിലൊക്കെ ആൾക്കാർ വരും, ആൾക്കാർ എന്നിലേക്ക് വരും. എങ്ങനെ വിളിക്കും? അപ്പൊ അവിടെയുള്ള ആൾക്കാരൊക്കെ ഫുള്ള് നമ്മളെടുത്ത് കച്ചവടം മുഴുവൻ വിളിക്കും ലാലോലക്സിന്റെ. ഇപ്പൊ ലാലോലക്സ് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പൊ നമ്മള് ഫിഷ് വിട്ടോണ്ടിരിക്കുകയാണ്, മൊയ്തുക്ക സൂപ്യാജിയാണ് ഞാൻ, സൂപ്യാജി ഇല്ലാത്ത സമയമാണ് അങ്ങനെ സങ്കല്പിക്കാം. അപ്പൊ ഞാൻ വിളിച്ചോണ്ടിരിക്കുമ്പോ നല്ല പിടക്കൻ അയിലയുണ്ട്, 1 അല്ല 2 അല്ല 3 അല്ല, തുച്ഛമായ വിലക്ക് നിങ്ങൾക്ക് മെച്ചമായി കൊണ്ടുപോകാം, വരൂ, സഞ്ചി നിറയെ മത്സ്യം മേടിക്കാം, വരൂ. അതെ. അപ്പൊ ഈ നാട്ടുപുറത്തൊക്കെ ആയതുകൊണ്ട് ആളുകൾക്ക് ഭയങ്കര താല്പര്യം ഉണ്ടാവും. തീർച്ചയായും ആൾക്കാരിങ്ങനെ കൂടും. പിന്നെ ഇത് പപ്പിച്ചേട്ടന്റെ വോയിസിൽ അതൊന്ന് പറയാം. സൂപ്യാജി ഹാപ്പി ആയിരിക്കും സ്വാഭാവികമായിട്ട് അല്ലേ? ഇങ്ങനെ ഒരു ആദ്യം എന്നെ ഷൗട്ട് ചെയ്തു, പിന്നെ ഇങ്ങനെ എന്നാ പരിപാടി, നെഗറ്റീവ് ആവോ, മിമിക്രി എന്നാ പറയാ. ഈ മിമിക്രി എന്നുള്ളത് സൂപ്യാജി ഇഞ്ഞോ മിമിക്രി നമ്മളെ നാട്ടിലെ ഭാഷയില്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ പിന്നീട് എങ്ങനെയാ സൂപ്യാജി മാറുന്നത്? എങ്ങനെയാ സൂപ്യാജി മാറുന്നത്? പിന്നെ നമ്മളെ ഈ ശബ്ദാനുകരണങ്ങളും നമ്മളെ കച്ചവടം കണ്ട് പിന്നെ എനിക്ക് സ്വന്തമായിട്ട് വിട്ടു തന്ന് മൂപ്പറ് പിന്നെ വല്ലപ്പോഴും മുതലാളി സഫീറായി. വല്ലപ്പോഴും പപ്പുചേട്ടനെ പറഞ്ഞിരുന്നല്ലോ, അതും കൂടെ പറയാമോ അല്ലേ? പപ്പുചേട്ടൻ നമ്മളിപ്പോ ലോങ്ങിൽ ഒരാൾ പോകുന്നതാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരാളിങ്ങനെ നമ്മളിവിടെ കടന്നിങ്ങനെ പോകുന്നതാണെങ്കിൽ ഒരാൾ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിട്ട്, ഹലോ മോനെ, അവൻ അല്ല എന്താണ് മീൻ വേണ്ടിയുള്ളത്? മത്തി, അയില, നല്ല പടക്കണ മീൻ, എന്താണ്? പപ്പുചേട്ടന്റെ ആരാധകന്മാര് വന്ന് സൂപ്യാജിക്ക് സന്തോഷം കൊടുക്കൂ. അന്നൊക്കെ ഈ കോട്ടൻ നിസിൽക്ക, അതേപോലെ ഈ അടുത്ത് നമ്മുടെ ഇവിടെ പറഞ്ഞ കലാഭവൻ നവാസ്ക, ഇവരെ പ്രോഗ്രാം ഒക്കെ ടിവിയിൽ കാണുന്ന, കോമഡി ഷോ ഒക്കെ കാണുന്ന സമയമാണ്. അപ്പൊ ഏത് ശബ്ദങ്ങളിലും ഞാനത് ക്യാച്ച് ചെയ്യും. നവാസ്കാനെ ഓർമ്മിക്കാം. നവാസ്ക തീർച്ചയായിട്ടും, നവാസ്കാക്ക് നമുക്ക് ഒരു ശ്രദ്ധാഞ്ജലി കൊടുക്കാം. എന്നിട്ടൊന്ന് നവാസ്കാനെ നമുക്ക് ഓർക്കാം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളല്ലേ നവാസ്ക, നമുക്ക് മറക്കാൻ പറ്റാത്തൊരു മരണമാണ്. നവാസ്കാനെ ഓർത്തെടുക്കുമ്പോ ഞാൻ നവാസ്കാന്റെ കൂടെ ഒരു ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗൾഫിലായിരുന്നു നവാസ്കാന്റെ ഷോയിൽ. നവാസ്കാന്റെ ലീഡിങ് നവാസ്കാന്റെ ശബ്ദം എടുക്കോ? ഇല്ല, നവാസ്കാന്റെ ഷോ ശബ്ദം എടുത്ത് തുടങ്ങിയിട്ടില്ല. ഇല്ല. ഞാനേ പിന്നെ മൂസക്ക നമ്മളെ ഗുരു, നമ്മുടെ മാപ്പിളപ്പാട്ടിന്റെ രാജകുമാരൻ എരിഞ്ഞോളി മൂസക്കയായിട്ട് എൻ്റെ റിയാലിറ്റി ഷോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ ഇരിക്കുമ്പോൾ എന്നോട് ഒരിക്കൽ പറഞ്ഞിരുന്നു, ഇങ്ങനെ കുറ്റ്യാടി ഒരു സഫീർ പേര് കുറ്റ്യാടി എന്നല്ല പറഞ്ഞേ, എൻ്റെ പാട്ട് എന്നെപ്പോലെ ആരോ പറഞ്ഞാണ് മൂസക്കാനോട്, കേട്ട അറിവുണ്ട്, ഇങ്ങനെ ഒരു സഫീർ ഉണ്ട് എന്നെപ്പോലെ തന്നെ, എൻ്റെ കൈവിരലിലും എന്നെപ്പോലെ പാടുന്ന, ഒരുപക്ഷെ കേരളത്തിൽ എൻ്റെ വോയിസിൽ പാടുന്ന ഒരാൾ അല്ല. എന്നാലും അല്ല, മൂസക്ക എന്നോട് പറഞ്ഞ മൂസക്ക വേറെ ലെവലാണല്ലോ എൻ്റെ മൂസക്ക. പക്ഷെ മൂസക്ക പറഞ്ഞപ്പോ ഞാൻ പലപ്പോഴും ആലോചിച്ചിരുന്നു, മൂസക്കാന്റെ വോയിസിൽ തന്നെ, മൂസക്കാന്റെ വിരലും അവക്കലും ഒക്കെ ഒരു മൂഡ് വേറെയാണല്ലോ. അന്ന് നമുക്ക് അത് ഒരു എന്താ മൂസക്കാന്റെ ഒരു സമാനിൻ പാടിയാലോ? തീർച്ചയായിട്ടും. മൂസക്കാനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുമ്പോൾ മൂസക്ക ഞാനായിട്ട് അത്ര നല്ല ബന്ധമായിരുന്നു. അടുത്ത കാലത്ത് ഇഷ്ടമായിരുന്നു, മൂസക്കാക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ അവതാരകനായിട്ട് മൂസക്കാന്റെ വേദിയിൽ ഉണ്ടാകുന്ന അത്യാവശ്യം പാട്ടും മൂസക്കാന്റെ പ്രോഗ്രാമിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ മൂസക്കാന്റെ വോയിസ് എടുത്ത് തുടങ്ങിയിട്ട് ഫസ്റ്റ് ഇങ്ങനെ ഒരു മൂസക്കാന്റെ വോയിസിനെ കുറിച്ച് ഞാൻ പറയുന്നത് ഷെരീഫ് ഖാനോട്, കണ്ണൂർ ഷെരീഫ് ഖാൻ. ഇങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഷെരീഫ് ഖാൻ ഉണ്ട്, താജുദ്ദീൻ, കൊല്ലം ഷാഫി, ഇവരൊക്കെയുള്ള അവിടുന്ന് ഷെരീഫ് ഖാനോട് ഞാൻ പറയുന്നത് മൂസക്കാന്റെ വോയിസ് ഞാൻ എടുക്കും. നമുക്ക് ആരെങ്കിലും കേട്ടാലല്ലേ വോയിസ് എങ്ങനെയാന്ന് അറിയാൻ പറ്റുള്ളൂ, ഒരാൾ വിലയിരുത്തണല്ലോ. അപ്പൊ ഞാൻ ഷെരീഫ് ഖാന്റെ സാന്നിധ്യത്തിൽ ഈ വോയിസ് ചെയ്ത്, അപ്പോ ഷെരീഫ് ഖാൻ അവിടെ ഇത് കൊള്ളാടാ, മൂസക്ക സംസാരിക്കുമ്പോൾ ഒന്നുകൂടെ നീ ഒന്ന് പ്രാക്ടീസ് ചെയ്താലേ, പ്രാക്ടീസ് ആണ് നിർബന്ധം, നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആവും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനതിൽ ശ്രദ്ധിക്കുന്നത്. പിന്നെ മൂസക്കാന്റെ പാട്ടുകളും മൂസക്ക സ്റ്റൈലിലേക്കും എന്താണ് മൂസക്കാന്റെ സ്റ്റൈല്, ഇതൊക്കെ ഞാനിങ്ങനെ പിന്നെ മൈക്ക് പിടിക്കുന്ന രീതിയൊക്കെയാണ്, അതെല്ലാം ശരിക്കും സഫീർ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്കത് സമാനിൻ അത് മൂസക്കാന്റെ സ്റ്റൈലിൽ തന്നെ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാവും. മൂസക്ക എന്ന് പറയുമ്പോ മൂസക്കാന്റെ ഒരു പാട്ടിലൂടെ തുടങ്ങും. അതായത് സമാനിൻ എന്നുള്ള പാട്ട് ഫസ്റ്റ് എന്റെ വോയിസിൽ പാടാം, പിന്നെ മൂസക്കയിലേക്ക് എങ്ങനെ മാറുന്നു, സഫീറിന്റേതായ ഒരു സ്ഥാനത്തിൽ പാടി. എന്റെ വോയിസിൽ തുടങ്ങിയിട്ട് മൂസക്കാന്റെ വോയിസിലേക്ക്. സമാനിൻ കൂരിരുൾ കാട്ടിൽ സബാഹിൻ പൂവിടരുമ്പോ കൽബുണരൂ കണ്ണുണരൂ
സുബഹി വിളി കേട്ട് നീ ഉണരൂ. ഇതാണ് വരികൾ. മൂസക്കയിലേക്ക് വരുമ്പോൾ മൂസക്കാന്റെ എനിക്ക് മൂസക്കാന്റെ ആ വിരല് വെക്കലും മൈക്കെടുക്കലും ഒക്കെ കിട്ടണം. മൂസക്ക പാടുമ്പോ അദ്ദേഹത്തിന്റെ ഹൃദയത്തിനും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ബോഡി അദ്ദേഹത്തിന്റെ എല്ലാം അത് പാട്ടോട് ചേർന്ന് നിൽക്കും. നമുക്കൊന്നും അതുപോലെ സാധിക്കില്ല. അദ്ദേഹം മൈക്ക് പിടിക്കുന്നതിന് ഒരു ഫിംഗർ ഈ മൂക്കിന്റെ ഇവിടെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അപ്പൊ ഈ പാട്ട്, അതായത് സമാൻ എന്നുള്ള പാട്ട് മൂസക്ക എപ്പോഴും ഫസ്റ്റ് സ്റ്റേജിൽ പാടുന്ന ഒരു പാട്ടാണ്. ഒരു ശ്രമം നടത്താം. കൂരിരുൾ കാട്ടിൽ സബാഹിൻ പൂവിടരുമ്പോ കൽബുണരൂ കണ്ണുണരൂ സുബഹി വിളി കേട്ട് നീ ഉണരൂ. അസ്സലാത്തു ഖൈറും മിനൻ നൗം. അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഖൈറും മിനൻ നൗം. മൂസക്ക വെറുതെ പറഞ്ഞല്ല കേട്ടോ സഫീറെ, മൂസക്ക വെറുതെ പറഞ്ഞല്ല. നമുക്ക് മൂസക്കാന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെ, മൂസക്കാന്റെ പാട്ടുകൾ തന്നെ ഒരു വല്ലാത്ത ഒരു 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 ഫീല് വൈബാണ് മൂസക്ക അല്ലെ. മൂസക്ക ഒരു സ്റ്റേജിൽ വരുമ്പോ ഒരു ഭയങ്കര വൈബാണ്. മൂസക്കാന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടല്ലോ അല്ലേ സഫീർ. ഇപ്പം പിന്നെ പാടുന്ന ഈ ന്യൂജൻ പാട്ടുകളൊക്കെ നന്നായിട്ട് ഒരു സ്റ്റേജ് പെർഫോമൻസ് സിംഗറാ അല്ലെ, നന്നായിട്ട് പെർഫോം ചെയ്യാൻ. അല്ല നന്നായിട്ട് ഞാൻ 1-2 ഷോ കണ്ടിട്ടുണ്ട് സഫീറിന്റെ. ഇപ്പൊ യൂട്യൂബില് ഹിറ്റായ കൊച്ചിൻ ഷമീറിന്റെ ഒരു പാട്ട്, എന്താ അതിന്റെ പേര്, യൂട്യൂബിൽ ഇപ്പൊ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഏറ്റെടുത്ത് പാടുന്ന ശുക്ർ ഹമേഷ, അതില് പാടിയിട്ടുണ്ട്. ജലീൽ കെ ബാബയാണ് എഴുതിയത് വരികള്. പിന്നെ കൊച്ചിൻ ഷമീർ ഖാന്റെ സംഗീതം. അതിന്റെ പല്ലവി ഒന്ന് പാടണം. ഈ മിഴിനീർ മുത്തുകൾ കോർത്ത് തസ്ബീഹിൻ മാലകൾ തീർത്ത്, ഈ മിഴിനീർ മുത്തുകൾ കോർത്ത് തസ്ബീഹിൻ മാലകൾ തീർത്ത്, രാവുകളിൽ ഞാൻ തൗബയിൽ ഉരുകുമ്പോ ജല്ല ജലാലെ തള്ളരുതെന്നേ നീ, ജല്ല ജലാലെ തള്ളരുതെന്നേ നീ. ഇൻസിന്നും ജിന്നിന്നും ഇൽമു പകർന്നൊരു നബിയാലേ, ജന്നത്തും ജഹന്നവും കൽബിലുണർത്തി നീ റബ്ബേ. അല്ലാ എൻ കരളിൻ കറകൾ നീക്കണേ, ഈമാനിൻ ചൈതന്യം നീ നിറയ്ക്കണേ. ഈ മിഴിനീർ മുത്തുകൾ കോർത്ത് തസ്ബീഹിൻ മാലകൾ തീർത്ത്, ഈ മിഴിനീർ മുത്തുകൾ കോർത്ത് തസ്ബീഹിൻ മാലകൾ തീർത്ത്. ഈ നമ്മളെ ഈ മലബാറിൽ ഇപ്പൊ കേരളത്തിൽ മൊത്തത്തിൽ ജാനു അടുത്തിന്റെ വടകരക്കാരനാണെന്ന് തോന്നുന്നു. ഈ ജാനു അടുത്തിന്റെ ആ സംഭവം പൊതുവെ ആർക്കും അനുകരിക്കാനൊന്നും പറ്റൂല. കാരണം അത് ഓൻ തന്നെ കൊണ്ടുപോകുന്ന ഒരു ഷോ ആണ്. ജാനു അടുത്തി എന്നുള്ള ഒരു ഓൻ തന്നെ കൊണ്ടുപോകുന്ന ഒരു ഷോ ആണ്. അപ്പോ ജാനു അടുത്തി നന്നായിട്ട് അനുകരിക്കുമല്ലോ. ജാനു തമാശ കേട്ടിട്ടുണ്ട്. പിന്നെ പോപ്പുലർ ആയ ഒരു സംഭവമാണ്. ലിതില്ല നമ്മുടെ സുഹൃത്താണ്. അതെ അതെ. അപ്പൊ ജാനു അടുത്തി നമ്മൾ പല രീതിയിലും ചെയ്യാറുണ്ട്. ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടും അല്ലാതെ നമ്മളിങ്ങനെ ജാനു അടുത്തിയും കേളപ്പെടുന്നു. ഈ ഓണത്തെ കുറിച്ച് ജാനു അടുത്തി എന്താ പറയുന്നത് നോക്കാം. കൂടെ കേളപ്പെടുന്നു. ഇപ്പൊ ജാനുവരത്തിലേക്ക് വരികയാണ്. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്ന് പോലെ. അങ്ങനെ തുടങ്ങിയൊരു പാട്ടിലൂടെ ഓണം കാഴ്ചയാണ് ജാനുവരത്തിന് വിശേഷങ്ങൾ പറയുന്നത്. എന്റെ മക്കളെ, അന്നത്തെ ഓണം എന്ന് പറയുന്നത് കാണം വിറ്റ് ഓണം ഒന്നും. അതായത് നമ്മൾ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എല്ലാവരും മലയാളികൾ ജാതി മതഭേദമന്യേ നല്ലോണം ഉടുപ്പെല്ലാം എടുത്ത് പല പട്ടുസാരികളും പിന്നെ പട്ടും പുടവയും എല്ലാം എടുത്തിട്ടില്ല ഓണം ഉണ്ടല്ലോ. ആ ഓണാഘോഷം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അങ്ങോട്ടേ പോകും ഇങ്ങോട്ടേ പോകും ഇങ്ങോട്ട് അങ്ങോട്ടേ പോകും, അങ്ങനത്തെ സംഭവമല്ലേ. പച്ചടി കിച്ചടി അവിയൽ പ്രഥമ അങ്ങനെ സദ്യ കഴിക്കുക,
വൈകുന്നേരം കമ്പവലി കളപ്പോട്ടം മുന്നിലുണ്ടാവും. ആ. പിന്നെ ഓട്ടം തുള്ളും എന്നാ പറഞ്ഞ എല്ലാ കലാപരിപാടി ഈ ചട്ടിയിലെ ചട്ടി പിന്നെ അടിച്ചു പൊട്ടിക്കുക ഇതല്ലേ. അപ്പൊ കേളപ്പോട്ടിനും ഞാനും വരില്ലേ അന്നത്തെ ഒരു ഓണം എന്ന് പറയുന്നത് വല്ലാത്ത സംഭവം. ഇക്കൊല്ലത്തെ ഓണോ ഞാനും കേളപ്പോട്ടിനും നല്ലോണം ആഘോഷിച്ച്. ബാക്കി കേളപ്പോട്ടൻ പറയൂ ഞാനോ ഇക്കൊല്ലത്തോണോ വല്ലാണ്ട് ഒരു മൂടായി പോയിക്കേ. കേളപ്പോട്ടിന് മൂടേ ഓർമ്മ ഉണ്ടോ? ഓണം മൂട്. ഏത് മൂട്? ഓണം മൂട്. കേളപ്പാട്ട അത്യാവശ്യം അടിയാവുന്നില്ലേ? ഓണം മൂടാണ്, ഓണം മൂട്. ഇത് അനുകരണ കലയിലെ ഒരു വിദഗ്ധനാണ് ശരിക്കും അത്യാവശ്യം അല്ലേ? ഈ മറഡോണ കണ്ണൂർ വന്നപ്പോ സഫീറിന്റെ ഞാൻ ഏതോ ഒരു പത്രവാർത്ത ശ്രദ്ധിച്ചിരുന്നു. മറഡോണ വന്നപ്പോ ആ ഷോയില് പാടുകയോ എന്തോ ചെയ്തു. മറഡോണ വന്നപ്പോ നമ്മൾ അവിടെ പോയി, ഞാൻ പറഞ്ഞില്ല എന്റെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് ആളുകൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഫോർ എക്സാമ്പിൾ നമ്മുടെ മൊയ്തുക്ക് ഉൾപ്പെടെ നമുക്ക് അവസരങ്ങൾ ഒരുക്കി തന്നു. അതിൽ തൃശ്ശൂർ നസീർക്ക ഗിന്നസ് വേൾഡ് റെക്കോർഡർ, അദ്ദേഹം നല്ലൊരു കലാകാരൻ. അദ്ദേഹമാണ് എന്നെ ഈ ചമ്മണ്ണൂരിന്റെ പ്രോഗ്രാമിന് അവിടെ ഒരു ജ്വല്ലറി വലിയ ഷോ ആയിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മാസ് ഉണ്ടായിരുന്ന ഒരു രഞ്ജിനി ഹരിദാസ് ഒക്കെ ആയിരുന്നു. ആ സമയത്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്, വേറൊരു ബാൻഡ് അവിടെ പാടുന്നുണ്ട്, നല്ല കലാകാരന്മാർ. എന്റെ സമയം എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് ഒരു സോങ് പാടാൻ വേണ്ടി. അപ്പൊ ഞാനിന്ന് അസം ജഹാംഗീറിന്റെ ഹവ ഹവ എന്നുള്ള പാട്ട് ആ സമയത്ത് ഹിറ്റായിരുന്നു ആ പാട്ട്. ആ സമയത്ത് അത് കുറച്ച് മുൻപ് ഇറങ്ങിയാണെങ്കിൽ അന്നും ആളുകൾ ഇപ്പോഴും നമ്മൾ പാടുന്നുണ്ട് വേദിയിൽ. അത് അവിടെ പാടുന്ന സമയത്താണ് മറഡോണ എൻട്രി ചെയ്യുന്നത് സ്റ്റേജിലേക്ക്. അതുവരെ ആളുകൾ വെയിറ്റ് ചെയ്യുക. രാവിലെ 5 മണി മുതൽ ആൾക്കാർ തിങ്ങി നിറഞ്ഞിട്ട് ഉച്ചയ്ക്ക് 12-1 മണിക്കാണ് വരുന്നത്. ഈ സമയത്ത് നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ മറഡോണ എൻട്രി ചെയ്യുന്നത്. അപ്പോ സെക്യൂരിറ്റി എല്ലാം മാറ്റി ഞാൻ ആ സ്റ്റേജിൽ പാടുന്നത് കൊണ്ട് എന്നെ മാത്രം മാറ്റിയില്ല. ബാക്കി അതിഥികളായിട്ട് ഒരുപാട് ആളുകൾ, ജോപ്പോൾ അഞ്ചേരി ഉണ്ട്, IM വിജയൻ സാറ്, അങ്ങനെ ഒരുപാട് ആളുണ്ട്. ഞാൻ അവിടുന്ന് പാടി. ഈ പാടിയപ്പോൾ മറഡോണ ഡാൻസ് ചെയ്തു. ഈ ഡാൻസ് ചെയ്ത് കഴിഞ്ഞപ്പോ അന്ന് സോഷ്യൽ മീഡിയ വളരെ സജീവ കാലഘട്ടമല്ല, വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ല. അപ്പോൾ ഞാനിത് പാടിയപ്പോ കുറച്ച് ആളുകൾക്ക് TV-യിലൂടെ കണ്ടു, ചാനൽ ലൈവായിട്ട് കണ്ടു. അപ്പൊ എറണാകുളത്തുള്ള ആലുവ ഭാഗത്തുള്ള സഖി എന്ന് പറഞ്ഞ പ്രോഗ്രാം കോർഡിനേറ്റർ സഖി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടാ മറഡോണനെ നീ കണ്ടു, അവരെ ഇങ്ങനെ തൊട്ടു, അതൊക്കെ വലിയ ഭാഗ്യം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആരാണ് ഈ മറഡോണ എന്ന് കേട്ടിട്ടുണ്ട്, എന്താണ് മനസ്സിലായില്ല. ആള് മാന്ത്രികനാണ്. കാരണം ഈ ഫുട്ബോളില് ലോക ഇതിഹാസം വലിയൊരു ഭാഗ്യമായി. മറഡോണ ഇന്ന് ജീവിച്ചിരിപ്പില്ല, ഇനി അങ്ങനെ ഒരു വേദി നമുക്ക് കിട്ടൂലല്ലോ. അത് മറക്കാനാവാത്തൊരു അനുഭവമാണ്. ഏതെങ്കിലും ടെലിവിഷൻ റിയാലിറ്റി ഷോയിലൊക്കെ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, പോയിട്ടുണ്ടോ? റിയാലിറ്റി ഷോയിൽ ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും എനിക്കതിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ അവസരങ്ങളോ കിട്ടിയിട്ടില്ല. പിന്നീട് ഞാൻ ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ ഫ്ലവേഴ്സിൽ പോയി. കോമഡി ഉത്സവം പട്ടുമാലിന്റെ ഒരു ഫ്ലോറിലുണ്ടായിരുന്നു. അതില് മത്സരാർത്ഥിയായിട്ടില്ല, നമ്മളെ ഒരു ടീംസിന്റെ കൂടെ ലോഞ്ചിങ് സോങ്ങിൽ ചാവക്കാട് ഷമീർ വിന്നർ, അവരുടെ കൂടെ. മലയാളത്തിൽ ഇഷ്ടപ്പെട്ട സിംഗർ ആരാ സഫീറിന്? ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരെ? എനിക്ക് ഇപ്പൊ ഫിലിംസ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ MG ശ്രീകുമാർ, അവരുടെ പാട്ട് ഇഷ്ടമാണ്. ദാസറിന്റെ പാട്ട് ഇഷ്ടമാണ് എല്ലാവരും. പിന്നെ പുതിയ തലമുറയിൽ അഫ്സൽ ഖാ, വിധു പ്രതാപ്, അവരുടെ പാട്ടൊക്കെ ഇഷ്ടമാണ്. പിന്നെ നമ്മളിപ്പോ യാത്ര ചെയ്യുന്ന ഇപ്പൊ ഇവരെ കൂടെ ഒക്കെ പാടാൻ സാധിച്ചു. വിധു പ്രതാപിന്റെ കൂടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അഫ്സൽ ഖാ, കണ്ണൂർ ശരി. കൊല്ലം ഷാഫിയുടെ പാട്ടൊക്കെ പാടാറുണ്ട്. ഷാഫി ഖാന്റെ പാട്ട് തന്നെയാണ് നമ്മൾ തുടക്കത്തിലെ. ഷാഫിന്റെ ഒരു പ്രണയഗാനത്തിന്റെ പല്ലവി എന്ന് പാടി. ചക്കര ചുണ്ടിൽ തേച്ചു വച്ചൊരു പുഞ്ചിരി, എന്നിടിക്കോണിൽ നോക്കി നിന്നൊരു സുന്ദരി. ചക്കര ചുണ്ടിൽ തേച്ചു വച്ചൊരു പുഞ്ചിരി, എന്നിടിക്കോണിൽ നോക്കി നിന്നൊരു സുന്ദരി. ചൊല്ലുമോ നീയേതാ, പറയുമോ പേരെന്താ, നാരിയായി ഞാൻ വരാ. അഴകേ അഴകേ തളിരേ കുളിരേ, അഴകേ അഴകേ തളിരേ കുളിരേ. ചക്കര ചുണ്ടിൽ തേച്ചു വച്ചൊരു പുഞ്ചിരി, എന്നിടിക്കോണിൽ നോക്കി നിന്നൊരു സുന്ദരി. പരിപാടികൾ ഇപ്പൊ കേരളത്തിലെ ഏകദേശം എല്ലാ സ്ഥലത്തൊക്കെ പരിപാടി. വിദേശയാത്രകളൊക്കെ പ്രവാസികള് തീർച്ചയായും KMCC-ന്റെ വേദി മറക്കാനാത്ത KMCC, സൗദിയില് വടകര NRI ഫോറത്തിന്റെ പ്രോഗ്രാം, അതേപോലെ KMCC, അതേപോലെ മസ്കറ്റ് അൽക്കോർ KMCC-യുടെ പ്രോഗ്രാമിൽ അതില് ആപ്പി ഫിറോസ് എന്ന് പറയുന്ന ആളാണ് ഡയറക്ട് ചെയ്തത്. അവരാണ് നമ്മൾ കൊണ്ടുപോയത്. ബാങ്കോക്കിലൊക്കെ എവിടെയൊക്കെ പോയി? ബാങ്കോക്ക്, അതുപോലെ തന്നെ തായ്ലാന്റ്, വിയറ്റ്നാം. ടെസ്ലി ഹോളിഡേസ് എന്ന് പറയുന്ന ഒരു ഹോളിഡേസ് കമ്പനി ഉണ്ട്. അവരെ കൂടെ പാക്കേജിൽ കുറെ 10-62 പേര് അടങ്ങുന്ന ഒരു പാക്കേജിൽ എന്നെ അതിലേക്ക് കൊണ്ടുപോയി. മുഹമ്മദ് അലി അവരാണ് എന്നെ അതിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ അതിലേക്ക് പോയി. ഫസ്റ്റ് ഷോ വിയറ്റ്നാം. അവിടെ ചോദ്യങ്ങൾ ചോദിക്കുക, സ്പോട്ടിൽ സമ്മാനങ്ങൾ കൊടുക്കുക. അവിടെ എത്തിയിട്ട് അവരുടേതായ സെലിബ്രേഷൻ. അപ്പോൾ സമ്മാനങ്ങൾ കൊടുക്കുക, ഒരു പാട്ട്, ഒരു കോമഡി, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ വിയറ്റ്നാം കണ്ടിട്ടാണ് തായ്ലാന്റ്, പിന്നീട് തായ്ലാന്റിൽ നിന്നാണ് മലേഷ്യ. അങ്ങനെ പോകാം. ഇപ്പം ഗൾഫ് നാട്ടിലെ എല്ലാ സ്ഥലത്തും പോയി. ഇപ്പൊ കുവൈറ്റിലേക്ക് പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ്. കുവൈറ്റിൽ ഇതുവരെ പോയിട്ടില്ല. പ്രവാസികൾ
ഒരിക്കലും മറക്കാനാണ്. കാരണം പ്രവാസികൾ അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഏത് ഷോനും പെരുന്നാളിനൊക്കെ കൂടുതലായും അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ വല്ലാത്തൊരു സ്നേഹമാണ് പ്രവാസി ഹിന്ദി പാട്ടുകളൊക്കെ പാടാറുണ്ട്. ഉദ്ദിഖിന്റെ പാട്ടൊക്കെ പാട്ടുമോ? നാരായണന്റെ പാട്ട് പാടാം. ഉദ്ദിഖിന്റെ ഒരു പല്ലവി പാടിയ ഒരു സ്റ്റേജിൽ അത്യാവശ്യം കേൾക്കാം. ഞാൻ 1-2 ഷോയില് സഫീർ പാടിയിരുന്നു. നമുക്കൊരു പല്ലവി പ്രേക്ഷകർക്ക് വേണ്ടി. अब है जुदाई का मौसम, दो पल का मेहमान, कैसी न जाएगा तेरा, क्यों न थमेगा तूफान, कैसे नाम लेगी मंजिल प्यार की, ऐ मेरे हम सफर एक जरा इंतजार, सुन सदाए दे रही है मंजिल प्यार की. രസകരമായ സംഭവം. ഞാൻ ഈ മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെ നാട്ടിൽ ഈ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ എന്താണ് പറയുക, ഞങ്ങളൊരു സുഹൃത്ത്, ഒരു നസീർ എന്ന് പറയുന്ന സുഹൃത്ത്, മൂപ്പറാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കുറേ ആൾക്കാർ അന്ന് എൻ്റെ ഗുരുനാഥൻ കരീം ഈ അടുത്ത് മരണപ്പെട്ടു പോയി, കരീം കുറ്റിയാട്, അദ്ദേഹമാണ് നമ്മളെ പ്രോഗ്രാമിൽ ഇറക്കിയത്. അപ്പോൾ കുറച്ച് മിമിക്രി അനൗൺസ്മെന്റ് അങ്ങനെയാണ്. അപ്പൊ അന്ന് ഈ ഡിലേ എക്കോ കൂടുതലായാലും അനൗൺസ് ചെയ്യുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മളിങ്ങനെ ഹലോ ഹലോ. ഒരു സ്ഥലത്ത് ഞാൻ പ്രോഗ്രാമിന് പോയി. പ്രോഗ്രാമിന് പോയപ്പോ നമ്മളിങ്ങനെ പാട്ടിങ്ങനെ പാടുന്നുണ്ട്. അപ്പൊ അവിടെയുള്ളൊരു സുഹൃത്ത് പാടാൻ വേണ്ടി വന്നു. അപ്പോ പാടാൻ വന്ന ആളെ പേര് പപ്പൻ എന്നാണ്. അപ്പൊ എന്നോട് പറഞ്ഞു അവരെങ്ങനെ ബൂസ്റ്റപ്പ്, നാട്ടുകാരാണ് പറയുന്നത്, ഫുൾ ബൂസ്റ്റപ്പ് ചെയ്യണം, നമ്മളെ നാട്ടിലെ ആളാണ്, നല്ല കലാകാരനാണ്, അത് നന്നായിട്ട് പാടുകയും ചെയ്തു. അപ്പൊ ഞാൻ ഈ മൈക്ക് എടുത്തിട്ട് ഇയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോ നമ്മൾ പറഞ്ഞു ഇനി പാടാൻ വരുന്നത് അത് എക്കോ കുറച്ച് കൂടി പോയി, ഇനി പാടാൻ പിന്നെ നമ്മുടെ എക്കോയിലാണ് പ്രിയമുള്ള 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 കല 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 സ്നേഹികളെ 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 ഇനി 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 പാടുന്നത് പാടും നിങ്ങളുടെ സ്വന്തം സ്വന്തം നാട്ടുകാർ 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 പപ്പൻ്റെ അപ്പൻ്റെ 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 അപ്പൊ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പ്രിയമുള്ള 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 കല 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 സ്നേഹികളെ സ്നേഹികളെ ഇനി ഇനി പാടുന്നു പാടുന്നു നിങ്ങളുടെ സ്വന്തം സ്വന്തം നാട്ടുകാർ നാട്ടുകാർ നമ്മുടെ മുത്ത് മുത്ത് പപ്പൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ ഇത് ഭയങ്കര സംഭവം. അവിടെ ആള് ഫുള്ള് കൂടി 2 ടീം വെച്ച് എങ്ങനെ നിങ്ങൾ ഇത് പറയാ? അപ്പൻ്റെ അപ്പനോ ഇത് ഇല്ലാത്ത ആൾക്കാരൊക്കെ ഞാൻ ഉത്തരവാദില്ല, മൂപ്പരാണ് അതിന്റെ ആള് ഇത് ഓപ്പറേറ്റ് ചെയ്തത്. മൂപ്പരാങ്കിൽ സാധു ഒരു സൈഡാണ്, ഇയാളോട് തട്ടിക്കേറി. അതൊരു ഭയങ്കര പറഞ്ഞിരിക്കും, ഭയങ്കര ചിരിയായിരുന്നു. ഞാൻ ചെറുതായതുകൊണ്ട് എന്നെ മാറ്റി നിർത്തി, ഭയങ്കര പ്രശ്നം. ആ സമയത്ത് ഈ ഗാനമേള പരിപാടിക്കൊക്കെ എക്കോ ഇത് കൺട്രോൾ ചെയ്യാൻ ഇന്നത്തെ പോലെ സിസ്റ്റം, അതെ അതെ, സൗണ്ട് എഞ്ചിനീയർ ഒന്നും ഇരിക്കില്ല, ഒരു ഓപ്പറേറ്റർ, നാട്ടുപുറത്ത് ഒരു ഓപ്പറേറ്റർ ആയിരിക്കും. അല്ല ഓപ്പറേറ്റർ ഇരിക്കും, പക്ഷെ ഓപ്പറേറ്റർ ഇരുന്ന് ഈ തമിഴ് സരക്ക് വെച്ചിരിക്ക ഇറക്കി വെച്ചിരിക്ക, അപ്പൊ ഈ ഓപ്പറേറ്റർ ആണ് ഫുൾ ഡാൻസ്, മുന്നിങ്ങനെ ഫുൾ ഡാൻസ് ആയിരിക്കും. അങ്ങനത്തെ ഒരു സമയമായിരുന്നു ഭയങ്കര. ഞാൻ നേരത്തെ പറഞ്ഞത് സഫീറിന്റെ ഒരു പ്രണയ ജീവിതത്തില് ഒരു തട്ടിക്കൊണ്ടുവരുത്ത്, ഒരു പരിപാടിക്ക് പോയിട്ട് ഒപ്പിച്ച ഒരു പ്രണയമായിരുന്നു. തട്ടിക്കൊണ്ടുവന്നല്ല, ഒരു പരിപാടിക്ക് പോയിട്ട് അതിന്റെ യഥാർത്ഥ കഥ ഒന്ന് പറയോ? മംഗലാപുരത്ത് പേര് ആയിഷ. മംഗലാപുരത്ത് ഒരു പരിപാടിക്ക് പോയി, ജീവിതത്തിലെ ഭാഗ്യമാണ്. സംഭവം എന്താ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ഞങ്ങളെ ഒരു പ്രോഗ്രാം, ഒരു ട്രൂപ്പ് ഉണ്ടെന്ന്, മെഹഫിൽ എന്ന് പറയുന്ന ട്രൂപ്പ്. അതിൽ പിന്നീട് സൂരജായി മാറി, സൂരജ് മ്യൂസിക് ബാൻഡായി മാറി. അതിൽ കുഞ്ഞിക്ക എന്ന് പറയുന്ന ഒരു നമ്മുടെ പ്രോഗ്രാം ഡയറക്ടർ, മൂപ്പറ ഒരു പ്രോഗ്രാമിന് ഞാന് കുഞ്ഞിക്കാന്റെ ശബ്ദം ഒന്നും അല്ല, ഞാൻ അത് ചേർന്നു, അതിലേക്ക് വേണം നമ്മൾ. അപ്പൊ ഈ പ്രോഗ്രാമിന് പോയപ്പോ മംഗലാപുരത്ത് പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ അന്ന് സീനത്ത് ഉണ്ട്, ഞാനുണ്ട്, താജുക്ക് ഉണ്ട്, അവരൊക്കെ ഉണ്ടായിരുന്നു. റിയാന ഇല്ലെന്ന് തോന്നുന്നു, റമീസ് അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പ്രോഗ്രാമില് ഞാൻ പോയപ്പോ ബജ്പേയ് എന്ന സ്ഥലത്താണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ മാംഗ്ലൂർ പരിപാടിക്ക് പോകുന്നത്. അന്ന് പോയപ്പോ പ്രോഗ്രാം ഇപ്പൊ നല്ല സദസ്, പ്രത്യേകിച്ച് ഈ എന്താ പറയണ്ടത്, നമ്മളെ പർദ്ദ ധരിച്ചിട്ട് മുഖം, അതെ അതെ, മെഡിക്കൽ ഭാഗത്തുള്ള മംഗലാപുരത്തിന്റെ പ്രത്യേകതയാണ് ഒരു ഹിജാബും അതൊക്കെ. ഈ ഞാൻ പാടുന്ന പാട്ട് അന്നത്തെ റജബ് മാസ നിലാവ് പോലെ എന്നുള്ള പാട്ടാണ്, കണ്ണു സലീം ഖാന്റെ വളരെ ഹിറ്റ് പാട്ടാണ്. അത് പാടിക്കഴിഞ്ഞപ്പോ അന്ന് നമ്മള് ഒന്നുമല്ല, ഇപ്പോഴും നമ്മൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ കൂടുതൽ ആർക്കും അറിയില്ല. അപ്പൊ ഈ പാട്ട് റജമാസം നിലാവ് പോലെ പാടിക്കഴിഞ്ഞപ്പോ, ഞാൻ പാടുന്നത് 9ാമത്തെ 10ാമത്തെ പാട്ടാണ്. അത് പാടിക്കഴിഞ്ഞപ്പോ കുറച്ച് പേര് നിങ്ങളെ വിളിക്കുന്നുണ്ട് തന്നെ ബാക്കിൽ, ആങ്കർ കൂടിയാണല്ലോ. ഞാൻ പുറത്തിറങ്ങി, ആര് വിളിക്കുന്നു, നിങ്ങളെ പരിചയപ്പെടാം, ഞാൻ എന്നെയോ, നമ്മൾക്കതിൽ അനുഭവം താജുക്കാനോ അല്ലെങ്കിൽ സീനത്താനോ അങ്ങനെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ പേരാമ്പ്രയുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു, പിന്നെ അഭിരാമി അന്ന് നല്ല ഫാസ്റ്റ് സോങ് ഒക്കെ പാടുന്ന. അപ്പൊ ഞാൻ താഴെ നിങ്ങളാണ് പരിചയപ്പെടുന്നത്,
മറ്റേ കുറച്ച് സഫീറിനെയാണ് വേണ്ടത്. പെമ്പിള്ളേര് നിങ്ങളെ ആരാന്ന് മനസ്സിലാവുന്നില്ല. ഇല്ല അങ്ങനെ അവര് വന്ന് പരിചയപ്പെട്ടു. നല്ല പാട്ടായിരുന്നു, ഗുഡ് എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഈ മലയാളം കൂടുതൽ അറിയില്ല ഇവർക്ക്. കന്നഡയാണ്. കന്നഡ. അപ്പൊ ഞാനും അറിയുമ്പോൾ ആ എസ് പറഞ്ഞു. അത് അവിടെ നിന്നാണ് തുടക്കം. അങ്ങനെ നമ്മള് ഒരു വീട്ടിൽ ഫുഡ് കഴിക്കാൻ പോയി. അവിടുന്ന് പിന്നെ ആൾക്കാരൊക്കെ കണ്ട് പരിചയപ്പെട്ടു. പിന്നെ എനിക്കിങ്ങനെ ഒരു കല്യാണ ആലോചന, എന്റെ ആദ്യമായിട്ട് ഫിറോസ് നാഥ വരുന്ന സിംഗർ ഉണ്ട് നമ്മളെ കൂടെ അന്ന്. മുപ്പറാണ്, എടാ നിനക്ക് ഇവിടുന്ന് വിവാഹം കഴിച്ചാൽ നല്ല കുട്ടികളുടെ ഇവിടെ ഇല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു ആഗ്രഹം തോന്നി. അപ്പൊ ആ രീതിയിൽ ഞാൻ ഒരാളെ കണ്ടു. അവൾക്ക് ആഗ്രഹം തോന്നി, പ്രണയം തുടങ്ങി. അത് പിന്നെ അത് ഫോളോ ചെയ്ത് 3 വർഷത്തോളം പോയി. 3 വർഷത്തോളം പ്രണയം 3 വർഷം പോയി. 3 വർഷം പോയി. പിന്നെ അവരെ വീട്ടില് സമ്മതിച്ചില്ല. എന്റെ വീട്ടിൽ ആരും ഇല്ല സമ്മതിക്കാൻ. എന്റെ പെങ്ങളേ ഉള്ളൂ. പെങ്ങന്മാർക്ക് ദൂരെ ആയതുകൊണ്ടുള്ള പ്രശ്നം. പിന്നെ നമ്മളെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അന്നത്തെ സിറ്റുവേഷൻ കൊണ്ട് അങ്ങനെ ആ കല്യാണത്തിന് സമ്മതിച്ചു. മാഷാ അല്ലാഹ് 3 വർഷത്തിന് ശേഷം ഞങ്ങൾ വിവാഹിതരായി. എനിക്ക് അൽഹംദുലില്ലാഹ് ഇപ്പം 3 മക്കളുണ്ട്. 3 മക്കളെ പേരെന്താ? മോന്റെ പേര് ഫസ്റ്റ്, മൂത്ത മോന്റെ പേര് മുഹമ്മദ് അയ്യ. പിന്നെ ഷിൽസ, ഫാത്തിമത്ത് ഷിൽസ മറിയം. അതായത് എന്റെ ഉമ്മാന്റെ പേര് മറിയം, ഉമ്മാന്റെ പേര് ചേർത്തു. ഇളയത് ഏറ്റവും ചെറുത് മുഹമ്മദ് ഷിസാൻ മൊയ്തു. അതായത് ബാപ്പാന്റെ പേര്. അത് എന്റെ 2 മക്കളും, മുഹമ്മദ് അയ്യാൻ പാടും, മോളും പാടും അല്ലേ? അതില് മോൻ പാടിയത് 85,000 ആള് കണ്ടിട്ടുണ്ട് യൂട്യൂബില്. ഞാനും മോനും കൂടി. ഉടനെ കഴുത്തിന്റെ തരക്ക് ബാപ്പ. ഉമ്മാന്റെ പേര് ചോദിച്ചു. ഉമ്മാന്റെ പേര് മറിയം. മൊയ്തു, പുതിയടത്ത് മൊയ്തു എന്നാണ്. ഇപ്പൊ സജീവമായിട്ട് പരിപാടികളൊക്കെ ഉണ്ട് അല്ലേ? തീർച്ചയായും. പിണറായി വിജയൻ സഖാവിന നന്നായിട്ട് അനുകരിക്കുന്നത് കേട്ടിട്ട് ഒന്ന് അനുകരിച്ചാലോ? ജസ്റ്റ് മിമിക്രിയിലേക്ക് പോനാ? അല്ല, ഒന്ന് എനിക്ക് മുഖ്യമന്ത്രിയും ശ്രീകണ്ഠൻ നായർ സാറും സംസാരിക്കും. 2 ആളുകൾ അദ്ദേഹം പിണറായി വിജയൻ സാറും. അതിലൊരു ചർച്ച വെക്കാം. നമുക്ക് മൂന്നും കേന്ദ്രീകരിച്ചുകൊണ്ട് റൈറ്റും ലെഫ്റ്റും ഉൾപ്പെടുത്താം. കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പിണറായി വിജയൻ സാറ്, SK ശ്രീകണ്ഠൻ നായർ സാർ. ശ്രീകണ്ഠൻ നായർ സാറ് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിനുള്ള മറുപടി എടുക്കാം. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ എടുക്കും. അതെ, കോമഡി ചെയ്തിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടില് ഞാനത് അദ്ദേഹത്തിന്റെ വെച്ചിട്ട് ഞാൻ ഈ ശബ്ദം കേൾപ്പിച്ചിട്ടുണ്ട്. അന്നൊരു ഡിന്നർ സെറ്റ് എനിക്ക് സമ്മാനമായിട്ട് തന്നു. ഇത് നല്ലതിന് മാത്രം ഉപയോഗിക്കുക എന്നും പറഞ്ഞു. അപ്പോ SKയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരുപക്ഷെ ഈ ഒരു ഓണം സെലിബ്രേഷൻ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരുപക്ഷെ ഈ മലയാളികൾ, ഈ കാണം വിറ്റും ഓണം ഉള്ള മലയാളികൾ, ഈ എല്ലാം വിപുല സമൃദ്ധമാണ്. സദ്യയായാലും മറ്റ് കലാവിരുന്നായാലും ഇന്ന് നമ്മോടൊപ്പം ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ. പറയൂ സാർ, ഈ ഓണത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് ഇപ്പോൾ ഈ ന്യൂജൻ ഓണത്തെക്കുറിച്ചും ഓൾഡ് ഓണത്തെക്കുറിച്ചും താങ്കൾക്ക് പറയാനുള്ളത്? പറയൂ സാർ. അപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ലൈവാണ്. ഇവിടെ മലയാളികള് ഓണത്തെക്കുറിച്ച് അല്ലാതെ തന്നെ ഞങ്ങള് എല്ലാ രീതിയിലും ഓണം മലയാളിയുടെ ഏറ്റവും വലിയ ഒരാഘോഷമാണ്. ഈ ആഘോഷത്തിൽ പങ്കുചേരുന്ന എല്ലാ മലയാളികൾക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുകയാണ്. മലയാളികൾക്ക് എന്നും ആഘോഷിക്കുവാനും ആനന്ദം പകരുന്ന ഒരു നല്ല നിമിഷമാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം. ഇനി നമുക്ക് ഈ കുഞ്ഞാലിക്കുട്ടി, താങ്കൾ ഈ ഓണത്തെക്കുറിച്ച്, താങ്കൾ ഈ മലപ്പുറത്ത് ഓണമുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ ഉടനീളം ഓണമുണ്ട്, മലയാളികൾ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഓണമുണ്ട്. പറയൂ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, താങ്കൾ കേൾക്കാമോ? അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. പറയൂ. അതായത് ഞങ്ങളിപ്പോൾ ഈ മലപ്പുറത്തുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകൾ ജാതി മതഭേദമിൻ്റെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആഘോഷിക്കുന്ന വല്ലാത്ത ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആഘോഷമാണ് ഓണം. ഓണം ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. ഇത് നല്ല പിന്നെ ആളുകളെ ഇത് നേരത്തെ ഇത് തന്നെ ആദ്യം മുഖ്യ തൊഴിൽ ശരിക്കും അനുകരണ കല പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ശബ്ദങ്ങൾ ഇങ്ങനെ വിടാതെ പിന്തുടരും അതിനെ അല്ലേ? ഷെരീഫ് ഖാന്റെ കൂടെയൊക്കെ ഷോന് പോവാറുണ്ട്. ഷെരീഫ് ഖാൻ ഉണ്ട് സഖി ഒന്ന് പാടിയാലോ? ഉണ്ട് സഖി നമ്മുടെ നാട്ടിലുള്ള ഹമീഷ് ശർവാനി മർഹൂം അദ്ദേഹം. അതെ, മ്യൂസിക് കൊടുത്തു ഹമീഷ് ശർവാനിയാണ്. അതെ അതെ, അദ്ദേഹത്തിന്റെ പാട്ട് നമ്മുടെ നാട്ടുകാരന്റെ പാട്ട് കൂടിയാണ്. അതാണ് അവൻ പറഞ്ഞ ഉണ്ട് സഖി ഒന്ന് പാടാം. അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 അണ കയ്യിൽ. ഉണ്ടോ പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാ.
അപ്പൊ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഈ അടുത്ത് മൊയ്തുക്ക ഒരു പുതിയ മലബാർ കല്യാണം എന്നുള്ള പാട്ട് പാടിയിട്ടുണ്ട്. ഞാനും റിജിയും കൂടിയാണ്. ഷമീർ ഖാന്റെ സംഗീതം. ടൈറ്റിൽ എന്താ? മലബാർ കല്യാണം. അതിന്റെ പ്രൊഡ്യൂസിങ് നമ്മുടെ ബോസ് ഖാദർക്ക. എന്നാൽ പ്രവാസ ലോകത്ത് ഗൾഫിൽ നാട്ടിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ബോസ് ഖാദർ സാഹിബാണ്. ഗൾഫിൽ ആദ്യമായിട്ട് നമ്മളെ പരിപാടി കൊണ്ടുപോയത് അദ്ദേഹമാണ്. എനിക്ക് എല്ലാ സഹായ സഹകരണങ്ങളും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. മലബാർ കല്യാണം, മുഹമ്മദ് അലി ഹാജി ഇയ്യങ്കോട് അവരൊക്കെയാണ് അതിന്റെ പ്രൊഡ്യൂസിങ്. അത് റിജിയൻ ഞാനാണ് പാടിയിരിക്കുന്നത്. ബാപ്പു വെളിപ്പറമ്പാണ് രചന നിർവഹണം, ഷമീർ ഖാന്റെ സംഗീതം. അതിന്റെ ഒരു 4 വരി. മനമഴക്കണ പാട്ട് 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 മതിമറന്ന നാട് ആട് ആട് ആട്. മനമഴക്കണ പാട്ട് മതിമറന്ന നാട് മുഹബത്തിൻ മകരം കൊണ്ടെത്തുന്നൊരാള്. മനത്തെ മാലാക പെണ്ണുങ്ങൾ വന്നെത്തും, മനത്തെ മാലാക പെണ്ണുങ്ങൾ വന്ന് മനമഴക്കണ പാട്ട് മതിമറന്ന നാട് മുഹബത്തിൻ മകരം കൊണ്ടെത്തുന്നൊരാള്. വരികള് മറന്നുപോയി പെട്ടെന്നല്ലേ. തീർക്കാന്റെ പാട്ട് ഏതെങ്കിലും അറിയോ? ഏതെങ്കിലും പല്ലവി പാടിയോ? മലർക്കൊടിയേ. മലർക്കൊടിയെ പാടാം. നീലനദീ തീരത്ത് സൗന്ദര്യം കാണാനായി വന്നവളാണോ, സ്വപ്ന കന്യകയാണോ? അവളുടെ പുഞ്ചിരിയാലേ എന്നുടെ തടി തളരുന്നേ. മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട്, അവളുടെ സുന്ദരമാ കൺകോണിൽ സുബർഗവും കണ്ട്. നല്ല സൗഹൃദങ്ങളും നല്ല നല്ല സൗഹൃദങ്ങളുണ്ട്, കുറെ സുഹൃത്തുക്കളുണ്ട് അല്ലേ? നല്ല സൗഹൃദം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കുറ്റ്യാടിയിൽ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, എല്ലാ വിഭാഗം ആൾക്കാരും, എല്ലാ സ്ഥലത്തും ആളുണ്ട്, മാതാപുരം, അതേപോലെ വാണിമേൽ പാലം, ചേടിക്കണ്ടി മുക്ക്, കല്ലാച്ചി, വടകര, എല്ലാ സ്ഥലത്തും. അതേപോലെ ഈ അടുത്തൊരു സിനിമയിൽ പാടിയിട്ടുണ്ട് കേട്ടോ. ഏതാ? രാഹുൽ രാജ് സാറിന്റെ സംഗീതമാണ്. ഫിലിം ഇറങ്ങി, പൊറാട്ട് നാടകം. മമ്മൂക്കയാണ് അതിന്റെ ട്രെയിലർ റിലീസിങ്. അതിലൊരു 4 വരി. സമീർ മരുദൂർ എന്ന് പറയുന്ന സുഹൃത്താണത് അതിന്റെ ഒരു വയ്യൊരുക്കി തന്നത്. ധർമ്മജൻ ബോൾഗാട്ടി, സൈജു കുറുപ്പ് അവരാണ്. അതിലൊരു 4 ലൈൻ പാടിയിട്ടുണ്ട്. അതൊരു ഭാഗ്യമായിട്ട് കാണുന്നത്. സിദ്ദിഖ് സാറിന്റെ ലാസ്റ്റ്, അദ്ദേഹത്തിന്റെ മേൽനോട്ടം നൗഷാദ് സാഫ്രോൺ ആണ് സംവിധാനം. ആ പാട്ടിന്റെ വരികള് വട്ടപ്പൊട്ടുകാരി എന്റെ 8ാം ക്ലാസ്സുകാരി, ബെക്ക് ബെഞ്ചിലെ അത് യൂട്യൂബിലുണ്ട്, കേൾക്കാൻ ശ്രമിക്കാം. എന്നാലും സഫീറിന്റെ ഈ സംഗീത യാത്ര, പാട്ടും വർത്തമാനമാണ്. നമ്മളിങ്ങനെ വെറുതെ നമ്മൾ സുഹൃത്തുക്കളാണ്, വർത്താനം പറയാണ്, ഒരു ഇന്റർവ്യൂ അല്ല. നമ്മൾ കാഴ്ചകൾ കാണുക, നന്നായി സംസാരിക്കുക, പ്രണയത്തെക്കുറിച്ച് പറയുക, പാട്ടുകളെ കുറിച്ച് പറയുക, കുറെ സൗഹൃദങ്ങൾ ഉണ്ടാവുക. അപ്പം ഏതായാലും നല്ല ഒരു പാട്ടുകാരനായി, മലയാളി ഇഷ്ടപ്പെട്ട ഹൃദയത്തിൽ, അവന്റെ നെഞ്ചിൽ, അവന്റെ കൽബിൽ കൊണ്ടു നടക്കുന്ന വലിയൊരു സിംഗറായി മാറട്ടെ, നല്ലൊരു ആങ്കറായി മാറട്ടെ. നല്ല ഒരു അനുകരണ കലയുടെ ഒരു മാതൃകയാവട്ടെ. എന്തായാലും സഫീറിന് എല്ലാ നന്മകളും വിശുദ്ധിയും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്. താങ്ക് യു. അതിനപ്പുറം പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, അതേപോലെ എനിക്കിങ്ങനെ ഒരു അവസരം തന്ന പ്രിയപ്പെട്ട മൊയ്തു സാറ്, പിന്നെ എൻ്റെ പുതിയ ഒരു ബാൻഡ് ഉണ്ട്, വോയിസ് ഓഫ് കേരള മ്യൂസിക് ബാൻഡ്. ഇപ്പം പ്രോഗ്രാം ഏകദേശം ഉണ്ട്. പ്രവാസ ലോകത്തും നമ്മുടെ നാട്ടിലും ഒരുപാട് സൗഹൃദങ്ങൾ നമ്മളെ സഹകരിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാൻഡിൽ തന്നെയുള്ള സിംഗേഴ്സ് ഷമീർ കെ ആയാലും, മനാഫ് അലി ആയാലും, സർഗ, അതേപോലെ ഹബീബ് റഹ്മാൻ, അങ്ങനെ തുടങ്ങി ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളുണ്ട് നമ്മുടെ ബാൻഡിൽ. പലധികം ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് ഗസ്റ്റായിട്ടും അല്ലാതെ. അപ്പോൾ എല്ലാവരും പരിപൂർണമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും ഉണ്ടാവും, ഞങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും, മലയാളിയുടെ സൗഹൃദമാണ് ആവശ്യം. ഇവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട്, എല്ലാവരും ചേർത്ത് പിടിക്കട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ. Chapter 4. A chapter with endless stories.